ആഗോള അയ്യപ്പ സംഗമം പരാജയമെന്ന പ്രചാരണം തള്ളി സർക്കാർ. ശബരിമലയുടെ വികസനം ലക്ഷ്യമിട്ടുള്ള പരിപാടി വിവാദമാക്കുന്നത് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ദുഷ്ടലാക്കെന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ കുറ്റപ്പെടുത്തി. ചില മാധ്യമങ്ങൾ കള്ളപ്രചാരണം നടത്തുന്നുവെന്നാണ് CPIM ആരോപണം. ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യം AI വഴി ഉണ്ടാക്കാമല്ലോ എന്നാണ് MV ഗോവിന്ദന്റെ ചോദ്യം. പരിപാടി ചീറ്റിപ്പോയെന്നും വിശ്വാസികൾ തന്നെ പരാജയപ്പെടുത്തിയെന്നും K. മുരളീധരൻ വിമർശിച്ചു. യഥാർത്ഥ അയ്യപ്പ ഭക്തരാരും പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നാണ് സംഘപരിവാറിന്റെ ആരോപണം. ശബരിമല യുവതീ പ്രവേശന വിവാദത്തിൽ വിരുദ്ധ ചേരിയിൽ നിന്നവരെ ഒറ്റവേദിയിൽ അണിനിരത്തുക, NSSന്റെയും SNDPയുടെയും പിന്തുണ ഉറപ്പാക്കുക, 5 വർഷം മുൻപ് ഇടഞ്ഞു നിന്നവരുടെ പിന്തുണ ഭാഗികമായെങ്കിലും അയ്യപ്പ സംഗമത്തിലൂടെ CPIM ഉറപ്പാക്കി. രാഷ്ട്രീയ വിജയം സർക്കാരിനാണെങ്കിലും അയ്യപ്പ സംഗമത്തെ ചൊല്ലിയുള്ള വിവാദ തീ അണഞ്ഞിട്ടില്ല. പങ്കാളിത്തക്കുറവ് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷവും സംഘപരിവാറും സർക്കാരിനെ കടന്നാക്രമിക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെയും ആശംസാ സന്ദേശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാരിന്റെ പ്രതിരോധം. ശബരിമലയുടെ വികസനം മാത്രമാണ് ലക്ഷ്യമെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഒഴിഞ്ഞ കസേരകൾ എന്ന ആരോപണം ദേവസ്വം മന്ത്രി പൂർണ്ണമായും തള്ളി. ഇവിടെ ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതിന് മുഖ്യമന്ത്രിക്കോ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനോ ദേവസ്വം ബോർഡിനോ രാഷ്ട്രീയ ദുഷ്ടലാക്കില്ലെന്ന് മാത്രമല്ല, ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്ന ആത്യന്തികമായ ലക്ഷ്യം മാത്രമാണുള്ളത്. അതുകൊണ്ട് അതിനെ മറ്റൊരു രൂപത്തിലേക്ക് വഴിതിരിച്ചു വിടാൻ അവർ ശ്രമിച്ച് ഇതിനെ വിവാദമാക്കാൻ പറ്റുമെന്ന് പല രൂപത്തിൽ പരിശ്രമിച്ച് അസംബ്ലി വരെ പരിശ്രമിച്ചു. നടന്നില്ല. അപ്പൊ പിന്നെ അതിന്റെ വിഷമങ്ങൾ ഓരോ തരത്തിൽ അവർ തീർത്തുകൊണ്ടിരിക്കുക. സർക്കാരിന് ശക്തമായ പിന്തുണ നൽകുകയാണ് CPIM. മാധ്യമങ്ങൾ കള്ളപ്രചാരണം നടത്തുകയാണെന്ന് MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ശുദ്ധ അസംബന്ധം പറയുന്നതിന്, കളവ് പ്രചരിപ്പിക്കുന്നതിന് എന്തെങ്കിലും നാണോ മാനം വേണ്ടേ? AI ഉപയോഗിക്കാം. നിങ്ങൾക്ക് AI ഉപയോഗിക്കാം. നിങ്ങളെല്ലാം ഉണ്ടാക്കും. അതിനെല്ലാം സംശയം. പരിപാടി വൻ പരാജയമാണെന്നാണ് പ്രതിപക്ഷ വിമർശനം. അയ്യപ്പ സംഗമം ചീറ്റിപ്പോയെന്നും വിശ്വാസികൾ അതിനെ പരാജയപ്പെടുത്തിയെന്നും K. മുരളീധരൻ പ്രതികരിച്ചു. വിഭക്തിയേക്കാൾ അപകടമാണ് കപടഭക്തി എന്ന് പുരാണങ്ങളിൽ പറഞ്ഞു. അത് ഭക്തജനങ്ങൾ ഇന്നലെ തെളിയിച്ചു. 3ാമത്തെ ടേം കിട്ടാൻ വേണ്ടി വന്നാൽ ഗുരുവായൂരിൽ ശയനപ്രദക്ഷിണം വരെ പിണറായി നടന്നു. അയ്യപ്പ സംഗമം പരാജയമാണെന്ന വിലയിരുത്തലിലാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ദൃശ്യങ്ങൾ അതിൻ്റെ പരാജയം ജനങ്ങളെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെ സംഘടിപ്പിച്ചതാണ്. വിശ്വാസികൾക്ക് CPIMന് വിശ്വാസമില്ലെന്ന നിലപാടിലാണ് BJPയും സംഘപരിവാർ സംഘടനകളും. ക്ഷണിച്ചിരുന്നെങ്കിൽ പങ്കെടുത്തേനെയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായപ്പെട്ടു. ഞാനൊരു വിശ്വാസിയാണ്. എന്നെ അവർ വിളിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യ ദിവസം പറഞ്ഞല്ലേ, എന്നെ വിളിച്ചാൽ ഞാൻ പോയിരുന്നു. ഇന്നലെ നടന്ന പ്രോഗ്രാം ഒരു രാഷ്ട്രീയ അവസരവാദ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് എല്ലാവർക്കും അറിയാം. പരിപാടിയിൽ യഥാർത്ഥ ഭക്തരാരും പങ്കെടുത്തില്ലെന്ന് RSS നേതാവ് വത്സൻ തെല്ലങ്കേരി അവകാശപ്പെട്ടു. ദേവസ്വം ബോർഡ് അതുപോലെ തന്നെ സർക്കാർ നിർബന്ധിച്ചും വലിച്ചിഴച്ചും പ്രലോഭിപ്പിച്ചും ഒക്കെ കൊണ്ടുവന്ന കുറേ ആളുകളാണ് അതിൽ പങ്കെടുത്തത്. കേരളത്തിലെ പൊതുസമൂഹം മലയാളികൾക്കാകെ ബോധ്യപ്പെട്ട രീതിയിൽ അതൊരു വൻ പരാജയമായി മാറുകയാണ് ചെയ്തത്. സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ നാളെ പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം നടക്കും. BJP തമിഴ്നാട് മുൻ സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, കോട്ടയം.